പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി. അടൂർ RDOയുടേതാണ് നടപടി. വ്യാജരേഖയുണ്ടാക്കിയാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നേരത്തെ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ഷിജോ, എന്താണ് വിശദാംശങ്ങൾ? ശ്രീനാദേവി കുഞ്ഞമ്മ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് റേഷൻ കാർഡിന് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ആ റേഷൻ കാർഡ് അസാധുവായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. 2021 അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പേര് ചേർത്തത് ഈ പറയുന്ന റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഈ റേഷൻ കാർഡിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പേര് ഉൾപ്പെടുത്തിയത് വ്യാജമായിട്ടാണ് എന്ന് വിവിധയിടങ്ങളിൽ നിന്ന് പരാതി ഉയർന്നു വന്നിരുന്നു. റേഷൻ കാർഡിൻ്റെ ഉടമയടക്കം, അതായത് മരിച്ചുപോയിട്ടുള്ള ഒരു സ്ത്രീയുടെ പേരിലായിരുന്നു ഈ റേഷൻ കാർഡ്. അപ്പോൾ ആ റേഷൻ കാർഡ് ഇപ്പോൾ നിലവിലില്ലാത്തതുകൊണ്ട്, ആ വിലാസം നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ ആ റേഷൻ കാർഡ് അസാധുവാക്കപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നുകൂടി ഇപ്പോൾ അടൂർ RDO ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് വലിയ വിവാദമായിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പോലീസിലടക്കം പരാതി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതേ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിയമ നടപടി ഭാഗമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കുന്നത്. ഇതിനെതിരെ, അതായത് ഈ പറയുന്ന റേഷൻ കാർഡിൽ താൻ പേര് ചേർത്തത് നിയമപരമായിട്ടാണ്, ഇപ്പോൾ ഇത് രാഷ്ട്രീയ വിരോധം കൊണ്ട് CPIയിലെ ചില ആളുകൾ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു മറു ആരോപണം ശ്രീനാദേവി കുഞ്ഞമ്മ ഉയർത്തിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വോട്ടേഴ്സ് IDയിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വെട്ടാനുള്ള നടപടി RDO സ്വീകരിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചതിന് പിന്നിൽ CPIയുടെ ചില താല്പര്യമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ശ്രീനാദേവിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും വോട്ടർ പട്ടികയിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് പോകുന്നു. അതോടൊപ്പം തന്നെ അതിന് മുമ്പേ തന്നെ റേഷൻ കാർഡ് അസാധുവായതോടുകൂടി റേഷൻ കാർഡിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മ ഒഴിവാക്കപ്പെട്ടിരുന്നു. ആ റേഷൻ കാർഡിൽ ശ്രീനാദേവി പേര് ചേർത്തത് നിയമവിരുദ്ധമായിട്ടാണ്. ചില ആളുകളിൽ നിന്ന് കൃത്രിമമായിട്ട് വ്യാജവിലാസം ഉണ്ടാക്കി അവിടേക്ക് പേര് ചേർക്കുകയാണ്. കൊല്ലം പോരൂർ സ്വദേശിയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലയിൽ വോട്ട് ചെയ്യാനും അവിടെ മത്സരിക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് റേഷൻ കാർഡിലേക്ക് പേര് ചേർത്തത്. ഈ റേഷൻ കാർഡിൽ പേര് ചേർത്തതിനകത്ത് കൃത്രിമം ഉണ്ടായിരുന്നു എന്നുള്ളത് പരാതിയായിട്ട് ഉയർന്നു വരുന്നു. അതിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ആ റേഷൻ കാർഡ് അസാധുവാക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ടർ IDയിൽ നിന്ന് കൂടി ശ്രീനാദേവിയുടെ പേര് ഒഴിവാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.